കുട്ടിക്കാനത്തേക്ക് എത്തിയ വാഹനയാത്രികരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ 7 പേർക്കാണ് മർദ്ദനമേറ്റത്. ഈ കേസിൽ എല്ലാവരും റിമാൻഡ് ചെയ്തു. അതേസമയം കാറിലെത്തിയ അടികൊണ്ട് 7 പേരെ മറ്റൊരു കേസിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി കിരണും സുഹൃത്തുക്കളായ 6 പേരുമാണ് എറണാകുളത്ത് നിന്ന് കുട്ടിക്കാനത്തേക്ക് കാറിൽ യാത്ര ചെയ്തത്. ഇതിനിടെ മുണ്ടക്കയത്ത് വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുമായി ഈ സംഘം വാക്കുതർക്കത്തിലേർപ്പെട്ടു. കുട്ടി പിതാവിനെയും സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു. പിന്നാലെ 2 വാഹനങ്ങളിലായി കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ 11 പേരടങ്ങുന്ന സംഘം കിരണിനെയും സുഹൃത്തുക്കളെയും പിന്തുടർന്നു. മരുതുമൂടുന്ന സ്ഥലത്ത് വെച്ച് വാഹനം തടഞ്ഞ് ആക്രമിച്ചു. അവിടെ നിന്നും രക്ഷപ്പെട്ട കിരണും സംഘവും കുട്ടിക്കാനത്തെ റിസോർട്ടിലെത്തി. അവിടേക്കും പിന്തുടർന്നെത്തിയ 11-അംഗ സംഘം വീണ്ടും സംഘർഷമുണ്ടാക്കി. വിവരമറിഞ്ഞെത്തിയ പീരുമേട് പോലീസ് അക്രമി സംഘത്തെ പിടികൂടി പെരുവന്താനം പോലീസിന് കൈമാറി. കുട്ടിക്കാനം KAP ബറ്റാലിയനിലെ പോലീസുകാരൻ ഷിബിൻ നൂറുദ്ദീൻ, കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ഷാരോൺ എന്നിവർ ഉൾപ്പെടെ 10 പേരെ പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കും. അതേസമയം കുട്ടിക്കാനത്ത് അക്രമത്തിൽ പരിക്കേറ്റ കിരണിനെയും സംഘത്തെയും കാഞ്ഞിരപ്പള്ളി പോലീസ് മറ്റൊരു കേസിൽ ഇന്ന് അറസ്റ്റ് ചെയ്തു. കുട്ടിക്കാനത്തേക്ക് വരുന്നതിനിടെ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് കിരണിന്റെ വാഹനം കടത്തിവിട്ടില്ല എന്നാരോപിച്ച് മറ്റൊരു കാറുടമയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.